മലയാള സിനിമയിലെ ലേഡി സൂപ്പർ സ്റ്റാർ എന്ന വിശേഷണം സ്വന്തമാക്കിയ ഒരേയൊരു നടിയാണ് മഞ്ജു വാര്യർ. തനത് അഭിനയ ശൈലി കൊണ്ടും ശക്തമായ തിരിച്ചുവരവ് കൊണ്ടും ഇന്ത്യൻ ചലച്ചിത്ര ലോകത്ത് തന്റേതായ ചരിത്രം സൃഷ്ടിച്ച മഞ്ജു വാര്യരുടെ സമ്പൂർണ്ണ ജീവചരിത്രം താഴെ വിവരിക്കുന്നു. ജനനവും കുട്ടിക്കാലവും. ജനനം 1978 സെപ്റ്റംബർ 10 തമിഴ്നാട്ടിലെ നാഗർകോവിലിൽ ജനിച്ചു. കുടുംബം തൃശൂർ പുള്ളു സ്വദേശിയായ ടി.വി. മാധവൻ അച്ഛൻ, ഗിരിജ വാര്യർ അമ്മ എന്നിവരാണ് മാതാപിതാക്കൾ. അച്ഛൻ നാഗർകോവിലിൽ വിദേശനാണ്യ വിനിമയ സ്ഥാപനത്തിൽ ഉദ്യോഗസ്ഥനായിരുന്നു. നടനും സംവിധായകനുമായ മധു വാര്യർ സഹോദരനാണ്. വിദ്യാഭ്യാസം നാഗർകോവിലിലെ CSI സ്കൂളിലായിരുന്നു പ്രാഥമിക വിദ്യാഭ്യാസം. പിന്നീട് അച്ഛന് ജോലിമാറ്റമുണ്ടായതിനെ തുടർന്ന് കുടുംബം കണ്ണൂരിലേക്ക് മാറി. കണ്ണൂർ ചിന്മയ വിദ്യാലയം, ചൊവ്വ ഹയർ സെക്കൻഡറി സ്കൂൾ എന്നിവിടങ്ങളിലായിരുന്നു സ്കൂൾ പഠനം. കണ്ണൂർ ശ്രീനാരായണ കോളേജിൽ നിന്ന് ബിരുദം പൂർത്തിയാക്കി. നൃത്തവേദിയിൽ ചെറുപ്പകാലം മുതലേ നൃത്തത്തിൽ പ്രതിഭ തെളിയിച്ചു. സംസ്ഥാന സ്കൂൾ യുവജനോത്സവത്തിൽ തുടർച്ചയായി 2 വർഷം കലാതിലകം പട്ടം ചൂടിയതോടെയാണ് മഞ്ജു ശ്രദ്ധിക്കപ്പെടുന്നത്. സിനിമാ പ്രവേശനവും സുവർണകാലവും 1995 മുതൽ 1999 വരെ. 1995 പുറത്തിറങ്ങിയ സാക്ഷ്യം എന്ന ചിത്രത്തിലൂടെ വെറും 17-ാം വയസ്സിലാണ് മഞ്ജു വാര്യർ ചലച്ചിത്ര ലോകത്തേക്ക് കടന്നുവരുന്നത്. എന്നാൽ 1996 ലോഹിതദാസിന്റെ രചനയിൽ സുന്ദർദാസ് സംവിധാനം ചെയ്ത സല്ലാപം എന്ന ചിത്രത്തിലെ രാധ എന്ന കഥാപാത്രമാണ് മഞ്ജുവിന്റെ കരിയറിൽ വഴിത്തിരിവായത്. വെറും 4 വർഷം മാത്രമാണ് ആദ്യ ഇന്നിംഗ്സിൽ അവർ അഭിനയിച്ചതെങ്കിലും മലയാള സിനിമയിലെ എക്കാലത്തെയും മികച്ച നായികമാരുടെ പട്ടികയിൽ അവർ ഇടം നേടി. പ്രധാന ചിത്രങ്ങൾ: ഈ പുഴയും കടന്ന്, തൂവൽ കൊട്ടാരം, കളിയാട്ടം, ആറാം തമ്പുരാൻ, കൃഷ്ണകുടിയിലൊരു പ്രണയകാലത്ത്, പ്രണയവർണ്ണങ്ങൾ, കന്മദം, സമ്മർ ഇൻ ബെത്ലഹേം, പത്രം, കണ്ണെഴുതി പൊട്ടുതൊട്ട്. മോഹൻലാൽ, മമ്മൂട്ടി, സുരേഷ് ഗോപി, ജയറാം, ദിലീപ് തുടങ്ങിയ അന്നത്തെ എല്ലാ മുൻനിര നായകന്മാർക്കൊപ്പവും ശക്തമായ കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചു. വ്യക്തിജീവിതവും നീണ്ട ഇടവേളയും. കരിയറിന്റെ ഏറ്റവും തിളങ്ങിരുന്ന സമയത്താണ് 1998 ഒക്ടോബർ 20 നടൻ ദിലീപുമായുള്ള മഞ്ജുവിന്റെ വിവാഹം നടക്കുന്നത്. വിവാഹശേഷം 1999 പുറത്തിറങ്ങിയ കണ്ണെഴുതി പൊട്ടുംതൊട്ട് എന്ന ചിത്രത്തിന് ശേഷം അവർ സിനിമയിൽ നിന്നും പൂർണ്ണമായി വിട്ടുനിന്നു. ഇവർക്ക് മീനാക്ഷി എന്നൊരു മകളുണ്ട്. നീണ്ട 16 വർഷത്തെ കുടുംബജീവിതത്തിന് ശേഷം 2014 ഇവർ വേർപിരിയാൻ തീരുമാനിക്കുകയും 2015 നിയമപരമായി വിവാഹമോചനം നേടുകയും ചെയ്തു. രണ്ടാം വരവും ലേഡി സൂപ്പർ സ്റ്റാർ പദവിയും 2014 പ്രസന്റ്. 2014 റോഷൻ ആൻഡ്രൂസ് സംവിധാനം ചെയ്ത ഹൗ ഓൾഡ് ആർ യു എന്ന ചിത്രത്തിലൂടെ മഞ്ജു വാര്യർ സിനിമയിലേക്ക് ഗംഭീരമായ തിരിച്ചുവരവ് നടത്തി. സ്ത്രീകളുടെ സ്വപ്നങ്ങൾക്കും വ്യക്തിത്വത്തിനും പ്രാധാന്യം നൽകിയ ഈ ചിത്രം ബോക്സ് ഓഫീസിൽ വൻ വിജയമായി മാറി. രണ്ടാം വരവിൽ കേവലം ഒരു നായിക എന്നതിനപ്പുറം സ്വന്തം പേരിൽ സിനിമകൾ മാർക്കറ്റ് ചെയ്യാൻ കഴിയുന്ന തെന്നിന്ത്യയിലെ മുൻനിര നായികയായി മഞ്ജു ഉയർന്നു. മലയാളത്തിലെ ശ്രദ്ധേയ ചിത്രങ്ങൾ: റാണി പത്മിനി, വേട്ട, സൈറ ഭാനു, ഉദാഹരണം സുജാത, ആമി, മാധവിക്കുട്ടിയുടെ ജീവചരിത്രം, ഒടിയൻ, ലൂസിഫർ, പ്രതിപൂവൻകോഴി, ദ പ്രീസ്റ്റ്. മറ്റു ഭാഷകളിൽ 2019 ധനുഷിനൊപ്പം അഭിനയിച്ച അസുരൻ എന്ന ചിത്രത്തിലൂടെ തമിഴിൽ അരങ്ങേറ്റം കുറിച്ചു. ഈ ചിത്രത്തിലെ പച്ചയമ്മാൾ എന്ന കഥാപാത്രം വലിയ രീതിയിൽ പ്രശംസിക്കപ്പെട്ടു. തുടർന്ന് അജിത് കുമാറിനൊപ്പം തുണിവ്, രജനീകാന്തിനൊപ്പം വേട്ടയ്യൻ തുടങ്ങിയ ബിഗ് ബജറ്റ് തമിഴ് ചിത്രങ്ങളിലും അവർ പ്രധാന വേഷങ്ങളിലെത്തി. പ്രധാന പുരസ്കാരങ്ങൾ: ദേശീയ ചലച്ചിത്ര പുരസ്കാരം, കണ്ണെഴുതി പൊട്ടുംതൊട്ട് എന്ന ചിത്രത്തിലെ പ്രകടനത്തിന് പ്രത്യേക ജൂറി പരാമർശം 1999. കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം, ഈ പുഴയും കടന്ന് എന്ന ചിത്രത്തിലെ അഭിനയത്തിന് മികച്ച നടിക്കുള്ള പുരസ്കാരം 1996. ഫിലിംഫെയർ പുരസ്കാരങ്ങൾ: മികച്ച നടിക്കുള്ള ഫിലിംഫെയർ അവാർഡുകൾ സൗത്തിൽ ഒന്നിലധികം തവണ സ്വന്തമാക്കി. ഒരു പ്രചോദനം: സിനിമയിൽ നിന്നും എത്ര വർഷം മാറി നിന്നാലും മലയാളി പ്രേക്ഷകരുടെ മനസ്സിൽ മഞ്ജു വാര്യർക്ക് പകരക്കാരില്ല എന്ന് അവരുടെ കരിയർ തെളിയിക്കുന്നു. അഭിനയം, നൃത്തം, സാമൂഹിക പ്രവർത്തനങ്ങൾ, പരസ്യചിത്രങ്ങൾ എന്നിവയിലെല്ലാം ഇന്നും അവർ ഒരുപോലെ സജീവമായി തുടരുന്നു.